തേടിയ കാല് വള്ളി ചുറ്റി തേടിയ ചുറ്റി കാലേ വള്ളി തേടിയ പിന്നെ തീർത്താം കാര്യം പറ. തലമുടി മാത്രമല്ല, ഒരല്പം യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ. ഇതില്ലാത്തവൻ, ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ, സ്വയം വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാശ് മേടിച്ച് അവനവന്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കാനും യൂട്യൂബില് പ്രൈം ടൈമിൽ ഓടുന്ന ഒരു വിഷയം എടുത്തു വെച്ച് ആളി കത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വില പോലും കൊടുക്കാതെ കേവലം കപട സ്നേഹം. നിനക്കൊക്കെ എന്ത് സ്നേഹമാണ് ഉള്ളത്? എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇവിടുത്തെ ഏത് മനുഷ്യ ജീവനോട് നിനക്കൊക്കെ സ്നേഹമുള്ളത്? നിനക്കൊക്കെ വാർത്തയ്ക്കപ്പുറത്തേക്ക് എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഉള്ളത്? ഏത് വിഷയത്തിലാണ് നീക്ക് നീതി നേടിക്കൊടുത്തിട്ടുള്ളത്? അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന എന്റെ അമ്മയെ നാട്ടിച്ച് അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ എടുത്തു വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന റീച്ചും മാക്സിമം മുതലാക്കി എടുക്കുക. അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് നീയൊക്കെ കൊണ്ടുവന്നുള്ള വിഷയത്തിൽ നീതി നേടിക്കൊടുത്തിട്ടുള്ളത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണോ? എത്രയോ വിഷയങ്ങൾ വന്നു. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തെമ്മാടിത്തരമായി മാറരുത്. അത്രയേറെ അരിശമാണ് ഓരോരോ മാധ്യമ പ്രവർത്തന വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ച് പോകുന്നത് കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നത്. ഈ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് ജനാധിപത്യത്തെ അല്ലെങ്കിൽ ജനങ്ങളെ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച് ഏതൊരു മനുഷ്യന്റെ ജീവനെയും വികാരത്തെയും എല്ലാം വിറ്റ് തിന്നുന്ന പരമനാറികളായി പറ്റുന്ന വർത്തമാനം പറയരുതേ, പറയിപ്പിക്കുകയാണല്ലോ. ഏറെക്കുറെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പരിധിവരെ ഈ തെമ്മാടികളുടെ തെമ്മാടിത്തരത്തെ എതിർക്കാനും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവന്മാർക്ക് ഇന്ന് ഉള്ള ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങുകയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ജനങ്ങൾ എന്ത് ചിന്തിക്കണം, ജനങ്ങൾ എന്ത് പറയണം, ജനങ്ങൾ എന്ത് കാണണം എന്നുള്ളത് ഇവരുടെ മാത്രം അജണ്ടയായിരുന്നു. ഇന്നത് മാറി സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ, ജനങ്ങൾ സത്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ ഇവന്മാരുടെ അജണ്ടകൾ പലതും നടപ്പിലാക്കാൻ കഴിയാതെ പോയി. 100% ഞാൻ യോജിക്കുന്നു. കൊറോണ വന്ന സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് എന്റെ തലയിൽ ധാരാളം ഉള്ള ഒരു സാധനം, തലമുടി മാത്രമല്ല, ഒരല്പം യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ. ഇതില്ലാത്തവൻ, ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ, സ്വയം വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു അപകടം എത്തുമ്പോൾ ജനങ്ങൾക്ക് ഭീതി പടർത്തി അവരെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയല്ല വേണ്ടത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആശ്വസിപ്പിക്കാനും എങ്ങനെ അത് പരിഹരിക്കാനും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഏത് വിഷയത്തിലും ഈ നാട്ടിൽ വിഷം ഏത് രീതിയിലൊക്കെ കുത്തിവെക്കാമോ, അത് ജാതിയുടെ കാര്യത്തിലായിക്കോട്ടെ, സാമ്പാറിന്റെ കാര്യം പറഞ്ഞ് ജാതി കുത്തിവെക്കുന്നവൻ, ഓരോ വിഷയത്തെയും ഓരോ അപകടത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാശ് കൊടുക്കുന്നവരെ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും ചാനലിൽ കൂടി വിളിച്ചു പറയുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർ ഈ നാടിന്റെ ഒരു വലിയ ശാപം തന്നെയാണെന്ന് എത്രയൊക്കെ നമ്മൾ മാറ്റിവെച്ചാലും പറയാതിരിക്കാൻ കഴിയില്ല. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.